പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഹിന്ദി വ്യാകരൺ ഭാഗ് ശബ്ദവിചാർ പഠിനെ जा रहे हैं. ശബ്ദവിചാർ എന്ന് പറഞ്ഞാൽ വേർഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പല ശബ്ദ കിസെ कहते हैं എന്താണ് വാക്ക്? വാട്ട് ഈസ് എ വേർഡ്? शब्द की परिभाषा ये है एक या एक से अधिक वर्णों के सार्थक ध्वनि समूह को शब्द कहते हैं. ഒന്നോ അതിലധികമോ അക്ഷരങ്ങളുടെ കൂട്ടത്തെ സാർത്ഥക ധ്വനി സമൂഹ അർത്ഥവത്തായ കൂട്ടത്തെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ഉദാഹരണം കലം, ക, ല, മ മൂന്ന് വാക്ക് കൂടി ചേർന്നപ്പോൾ കലം ആയി. इसका अर्थ होता है पेन. ഘ, ര, ഘർ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അതാണ് വാക്കുകൾ. अब शब्दों का वर्गीकरण എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ്. വേർഡ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? शब्दों को प्रमुख रूप से 4 प्रकार से वर्गीकरण किया गया है. വാക്കുകളെ 4 ആയിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. शब्दों के वर्गीकरण किस प्रकार किया है? और शब्दों का वर्गीकरण अर्थ के आधार पर किया है, विकार के आधार पर किया है, उत्पत्ति के आधार पर किया है और बनावट के आधार पर किया है. पहला अर्थ के आधार पर. अर्थ के आधार पर शब्दों का भेद. अर्थ के आधार पर शब्दों के 2 भेद होते हैं, सार्थक शब्द और निरर्थक शब्द. അർത്ഥത്തിനനുസരിച്ച് വാക്കുകളെ രണ്ടാക്കി തിരിക്കാം. സാർത്ഥക ശബ്ദങ്ങളെന്നും നിരർത്ഥക ശബ്ദങ്ങളെന്നും. എന്താണ് സാർത്ഥക ശബ്ദം? जिन शब्दों का कोई अर्थ निकलता है वह सार्थक शब्द है. ഏത് വാക്കുകൾക്കാണോ ഒരു അർത്ഥമുള്ളത് അവ സാർത്ഥക ശബ്ദങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളുടെ പേരിന് ഒരർത്ഥമുണ്ട്. അതെല്ലാം സാർത്ഥക ശബ്ദങ്ങളാണ്, അർത്ഥമുള്ള വാക്കുകളാണ്. और निरर्थक शब्द जिन शब्दों का कोई अर्थ नहीं निकलता है वे निरर्थक शब्द है. ഏത് വാക്കുകൾക്കാണോ അർത്ഥമില്ലാത്തത്, വെറുതെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഉദാഹരണം ചർ ചർ, ഗർ ഗർ ഗർ, ബൻ 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 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ ഒരു കൂട്ടമാണ്. പക്ഷേ इसका कोई अर्थ नहीं निकलता है. और जिन शब्दों का कोई अर्थ नहीं निकलता है वे निरर्थक शब्द है. और दूसरा वर्गीकरण है विकार के आधार पर. विकार के आधार पर शब्दों के 2 भेद होते हैं, विकारी शब्द और अविकारी शब्द. और विकारी शब्द किसे कहते हैं? जिन शब्दों का रूप लिंग, वचन, कारक, काल के अनुसार परिवर्तन होता है उन्हें विकारी शब्द कहते हैं. जिन शब्दों में ഏത് വാക്കുകളിലാണോ ലിംഗ സ്ത്രീലിംഗ പുല്ലിംഗ, വചൻ ഏകവചൻ ബഹുവചൻ, कारक नेको से काके ही मेंबर के लिए कारक, और काल भूतकाल, वर्तमान काल और भविष्य काल. इसके अनुसार इनका रूप, जिन शब्दों का रूप बदल जाता है, രൂപമാറ്റം ഉണ്ടാകുന്നത് കാരക, കാല്, ലിംഗ, വചൻ ഇതിനനുസരിച്ച് രൂപമാറ്റം ഉണ്ടാകുന്ന ആ വാക്കുകളാണ് വികാരി ശബ്ദ. और विकारी शब्द कौन सा है? संज्ञा, सर्वनाम, क्रिया और विशेषण വികാരി ശബ്ദ ഹെ. സംഖ്യയിലും സർവനാമത്തിലും വിശേഷണത്തിലും ക്രിയയിലും ലിംഗവചൻ കാരക കാൽ के अनुसार परिवर्तन होता है. देखिए ഇപ്പോൾ സംഖ്യ ആകുമ്പോൾ ഘോട എന്ന് പറഞ്ഞ പുല്ലിംഗ ഏകവചനാണ്. അത് സ്ത്രീലിംഗം ആകുമ്പോൾ ഘോടി ബൻ ജാതി ഹെ. और ബഹുവചനം ആകുമ്പോഴോ ഘോഡേ, ബഹുവചൻ സ്ത്രീലിംഗം ആകുമ്പോഴോ ഘോടിയാം. അതിൽ ലിംഗവചനം അനുസരിച്ച് മാറ്റം വരുന്നു. ഇനി കാരകങ്ങൾ ചേർത്താലോ ഘോഡ പ്ലസ് കെ ഘോഡേക്കെ, घोड़े प्लस के घोड़ों के. इस प्रकार परिवर्तन होता है. देन कैसे काल के अनुसार परिवर्तन कैसे होता है? आता है क्रिया है, वह वर्तमान काल है വരുന്നു, भूतकाल में तो आया है वന്നു, और भविष्य काल में तो आएगा. इस प्रकार लिंग वचन कारक काल के अनुसार जिन शब्दों में परिवर्तन होता है वे विकारी शब्द है. विकारी शब्द कौन सा है? संज्ञा, सर्वनाम, क्रिया और विशेषण. और दूसरा वर्गीकरण में भेद है
अविकारी शब्द। अविकारी शब्द किसे कहते हैं? जिन शब्दों का रूप लिंग वचन कार्य काल के अनुसार परिवर्तित नहीं होता है, उन्हें अविकारी शब्द कहते हैं. ഏത് വാക്കുകളിലാണോ ലിംഗ വചന കാരക കാലത്തിനനുസരിച്ച് യാതൊരു മാറ്റവും സംഭവിക്കാത്തത് അവയാണ് അവികാരി ശബ്ദങ്ങൾ. അവികാരി ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയാദിബോധക്, ഔർ വിസ്മയാദിബോധക്. ഈ 4 തരം വാക്കുകളും अविकारी शब्दങ്ങളാണ്. അവയ്ക്ക് ലിംഗ വചന കാരക काल के अनुसार कोई परिवर्तन नहीं होता है. बच्चा धीरे धीरे चलता है. ഇനി ആ ബച്ചയുടെ സ്ഥാനത്ത് ബെച്ചി ആയാലോ? ബെച്ചി ധീരെ ധീരെ ചൽത്തി ഹെ. ആ ധീരെ ധീരെ എന്നത് ക്രിയാവിശേഷമാണ്. इसका कोई परिवर्तन नहीं होता है. अതാണ് अविकारी शब्द. अगला वर्गीकरण है उत्पत्ति के आधार पर. उत्पत्ति के आधार पर शब्दों के 4 भेद होते हैं. ഉൽപ്പത്തി എന്നാൽ ഒറിജിൻ, ഉത്ഭവം. വാക്കുകൾ ഉത്ഭവിച്ചതിനനുസരിച്ച് 4 ആക്കി തിരിച്ചിട്ടുണ്ട്. तत्सम, तलभव, देशज और विदेशी. तत्सम शब्द किसे कहते हैं? हम जानते हैं हिंदी भाषा का उद्भव संस्कृत से हुआ है. हिंदी ഭാഷ ഉത്ഭവിച്ചത് സംസ്കൃത ഭാഷയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയ്ക്ക് കൈ ശബ്ദ ഹിന്ദി में प्रयुक्त होते हैं. സംസ്കൃത ഭാഷയിലെ വാക്കുകൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. തത്സമ ശബ്ദ किसे कहते हैं? എന്താണ് തത്സമ ശബ്ദങ്ങൾ? संस्कृत भाषा के जो शब्द हिंदी में कोई परिवर्तन के बिना प्रयोग करते हैं उन्हें തത്സമ ശബ്ദ कहते हैं. സംസ്കൃത ഭാഷയിലെ വാക്കുകൾ പരിവർത്തനങ്ങളൊന്നും വരാതെ അതേപോലെ തന്നെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ് തത്സമ ശബ്ദങ്ങൾ. ഉദാഹരണത്തിന് നേത്ര, മനുഷ്യ, നര്, ഇതെല്ലാം സംസ്കൃത വാക്കുകളാണ്. ഈ വാക്കുകളെല്ലാം ഹിന്ദിയിലും ഉപയോഗിക്കുന്നത്. അതെല്ലാം തത്സമ ശബ്ദ. തത്സമ അതിന് സമമായത്. ഏതിന്? സംസ്കൃതത്തിന് സമമായ, സംസ്കൃതത്തിലേതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. ഒരു മാറ്റവും വരാതെ സംസ്കൃതത്തിലേതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് തത്സമ വാക്കുകൾ. ദൂസരാ വിഭാഗ് തൽഭവ്. തദ്ഭവ് का मतलब है അതിൽ നിന്ന് ഭവിച്ചത്, അതിൽ നിന്ന് ഉണ്ടായത്. संस्कृत भाषा के वे शब्द जिनका रूप बदल कर हिंदी में प्रयोग करता है उन्हें तद्भव शब्द कहते हैं. സംസ്കൃത ഭാഷയിലെ വാക്കുകൾ കുച്ച് രൂപമാറ്റം വരുത്തി ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. അതാണ് തദ്ഭവ ശബ്ദങ്ങൾ. അതായത് സംസ്കൃതത്തിലെ വാക്കുകൾക്ക് ചെറിയ രൂപമാറ്റം വരുത്തി ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ആ പദങ്ങളാണ് തദ്ഭവ്. അതായത് അത് സംസ്കൃത വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ഉദാഹരണം ആഗ്. അഗ്നി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ആഗ് ഉണ്ടായത്. ഹാത്തി. ഹസ്തി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഹാത്തി ഉണ്ടായത്. വാനർ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ബന്ദർ എന്ന വാക്കുണ്ടായത്. അപ്പോൾ സംസ്കൃത പദത്തിലെ വാക്കുകൾ കുറച്ച് മാറ്റങ്ങളോടെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ് തദ്ഭവ ശബ്ദങ്ങൾ. ദേശജ് ശബ്ദ. ദേശജ് इसका मतलब है हमारे देश से ही जन्म हुआ. നമുക്കറിയാം हमारा भारत ബഹുഭാഷീയ ദേശ് ഹെ. നമ്മുടെ ഭാരതത്തിൽ 23 ഭാഷകളും വേറെ അനേക ഉപഭാഷകളും സ്ഥാനീയ ബോലികളും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ദേശത്തുള്ള ഭാഷകളുടെ സ്വാധീനം കൊണ്ട് ഹിന്ദി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ദേശജ ശബ്ദങ്ങൾ. ദേശജ ശബ്ദ किसे कहते हैं? जो शब्द स्थानीय बोलियों से हिंदी में प्रयोग किए जाते हैं उन्हें ദേശജ ശബ്ദ कहते हैं. അതായത് സ്ഥാനീയ ഭാഷകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. ആ വാക്കുകളാണ് ദേശജ വാക്കുകൾ. ഉദാഹരണത്തിന് ലോട്ട, ദാൽ, ധൈല, കിതാബ് അതിസ്ഥാനീയ ബോലികളിൽ നിന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. और अगला भेद के विदेशी शब्द. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വിദേശി. जो शब्द विदेशी भाषा से आकर हिंदी में प्रयोग किए जाते हैं उन्हें विदेशी शब्द कहते हैं. ഫോറിൻ ലാംഗ്വേജസിൽ നിന്നുള്ള ചില വാക്കുകൾ നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് വിദേശി. ഉദാഹരണം ഡോക്ടർ, ഓഫീസ്, സ്കൂൾ, अफसर आदि विदेशी भाषाओं के संपर्क से हमारे हिंदी में आकर प्रयोग किए जाते हैं, वह विदेशी शब्द. और अगला वर्गीकरण है बनावट के आधार पर. बनावट का मतलब है कंस्ट्रक्शन.
വാക്കുകൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് തീൻ ഭേദ് ഹോത്തേക്ക് 3 ഭേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? रूट, यौगिक, योग रूट. रूट शब्द किसे कहते हैं? जिन शब्दों का सार्थक खंड न किया जा सकता उन्हें रूट शब्द कहते हैं. ഏതൊരു വാക്കിനെയാണോ വിഭജിച്ചു കഴിഞ്ഞാൽ അർത്ഥവത്തായ വാക്കുകളാക്കി വിഭജിക്കാൻ പറ്റാത്തത്, അത്തരം വാക്കുകളാണ് रूट शब्द. ഉദാഹരണം, മേസ്. അതിനെ രണ്ടായി വിഭജിച്ച് കഴിഞ്ഞാൽ മേ और जा. और മേയ്ക്കും സായ്ക്കും ഒരർത്ഥവുമില്ല വിഭജിച്ച് കഴിഞ്ഞാൽ. അത് ഒന്നിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അർത്ഥമുള്ളൂ. അകലാഹെ മോർ, മോ ര. ഒരു വേറിട്ട് നിൽക്കുമ്പോൾ രണ്ടായി വിഭജിച്ച് കഴിയുമ്പോൾ അതിൻ്റെ 2 ഖണ്ഡങ്ങൾക്കും അർത്ഥമില്ല. അങ്ങനെ ഏതൊരു വാക്കാണോ വിഭജിച്ച് കഴിയുമ്പോൾ ദോനോ ഖണ്ഡമൊക്കെ അർത്ഥനഹി ഹോത്താകെ, विशेषार्थ नहीं होता है, उन्हें रूट शब्द कहते हैं. और दूसरा है यौगिक. जिन शब्दों के दोनों खंड सार्थक हो उन्हें यौगिक शब्द कहते हैं. ഒരു വാക്കിനെ രണ്ടായി വിഭജിച്ചു കഴിഞ്ഞാൽ 2 വാക്കുകൾക്കും അർത്ഥമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് യൗഗിക ശബ്ദ. യൗഗിക ശബ്ദ कौन सा है? दोनों खंड सार्थक होता है. ഒരു യൗഗിക ശബ്ദത്തെ വിഭജിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 വാക്കുകൾക്കും അർത്ഥമുണ്ടായിരിക്കും. ഉദാഹരണം, വിദ്യാർത്ഥി. വിദ്യ പ്ലസ് അർത്ഥി, വിദ്യാർത്ഥി. വിദ്യ അർത്ഥിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ വിദ്യയ്ക്കും അർത്ഥമുണ്ട്, അർത്ഥി എന്നതിനും അർത്ഥമുണ്ട്. വിദ്യാലയ, വിദ്യ ക ആലയ. വിദ്യ അർത്ഥമുണ്ട്, ആലയ എന്നതിനും അർത്ഥമുണ്ട്. വിദ്യാലയ. ഡാക്ഘർ. डाक घर का मतलब है पोस्ट ऑफिस. डाक पोस्ट घर വീട്. പക്ഷെ डाक घर ചേർത്ത് എഴുതുമ്പോൾ പോസ്റ്റ് ഓഫീസ്. इस प्रकार दोनों खंड सार्थक है तो वह यौगिक. और अंतिम विभाग है योग रूट. योग रूट वे शब्द है जो सामान्य अर्थ को न प्रकट करके एक विशेष अर्थ को प्रकट करता है. योग रूट शब्द എന്ന് പറയുന്ന അതിൻ്റെ വേർഡ് മീനിങ്ങിനെ പ്രകടമാക്കാതെ മറ്റൊരു പ്രത്യേക അർത്ഥത്തെയാണത് പ്രതിനിധാനം ചെയ്യുന്നത്, പ്രകടമാക്കുന്നത്. അത്തരത്തിലുള്ള വാക്കുകളാണ് योग रूट. ഉദാഹരണം, ദശാനൻ. ദശാനൻ കാ മതലബ് കെ 10 ആനൻ, 10 മുഖ. ദശാനൻ കാ അർത്ഥ ഹോത്താ ഹെ 10 മുഖ. പക്ഷേ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രാവൺ കേലിയെ, രാവണന് വേണ്ടിയിട്ടാണ്. ദശാനൻ എന്ന് പറഞ്ഞാൽ രാവണൻ. അതിൻ്റെ വേർഡ് മീനിങ്ങിനല്ല പ്രാധാന്യം, അതിൻ്റെ മറ്റൊരർത്ഥത്തെ ആണത് പ്രതിനിധാനം ചെയ്യുന്നത്. 10 ആനൻ അല്ല രാവൺ. ദശാനൻ എന്ന് പറഞ്ഞാൽ രാവൺ. നീലകണ്ഠ്. നീല ഒരു നിറമാണ്, കണ്ഠ് എന്നാൽ കഴുത്ത്. നീലക്കഴുത്ത് എന്നല്ല വാക്കിനർത്ഥം. നീലകണ്ഠ് എന്ന് പറഞ്ഞാൽ ശിവ്, ശിവന്റെ പര്യായമാണ്. ഗജമുഖ്. ഗജ എന്ന് പറഞ്ഞാൽ ആന എന്നും മുഖ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്നുമാണ് അർത്ഥം. പക്ഷെ ഗജമുഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗണപതി. ഒരു പ്രത്യേക അർത്ഥത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പങ്കജ്. പങ്ക് എന്നാൽ മഡ് അഥവാ ചെളി എന്നാണ് അർത്ഥം. ജ എന്നാൽ ജന്മഹുവ. പങ്ക് സെ ജന്മഹുവ എന്ന അർത്ഥം. പക്ഷേ ആ അർത്ഥമല്ല നമ്മൾ ഉപയോഗിക്കുന്ന. പങ്കജ് എന്ന് പറഞ്ഞാൽ കമൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശബ്ദോं के वर्गीकरण. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. शब्दों को अर्थ के आधार पर 2 भेद होते हैं, सार्थक शब्द और निरर्थक शब्द. विकार के आधार पर 2 भेद होते हैं, विकारी शब्द और अविकारी शब्द. संज्ञा सर्वनाम क्रिया और विशेषण विकारी शब्द है. क्रिया विशेषण संबंध बोधक, संशय बोधक और विस्मयादि बोधक अविकारी शब्द है. और उत्पत्ति के आधार पर शब्दों के 4 भेद होते हैं, तत्सम, तद्भव, देशज और विदेशी. और बनावट के आधार पर शब्दों के 3 भेद होते हैं, रूट, यौगिक और योग रूट. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, ധന്യവാദം.